Sanok TD, President of JCI Anandra Spice Valley to the dais. We happily invite the Zone Secretary J.C. Sujit to the dais. We proudly invite assigned Vice President of Zone 22, JCI Senator Baiju Varghese to the dais. We happily invite JCI Senator Nitin Krishna, the chairman of the event, to the dais. We joyfully invite JCI Senator Madhu Mohan and JC Sudhir Menon, the co-faculties of SMTWS, to the dais. Presenting invitation of JC Dinesh Warrior, the pilot faculty of SMTWS, to the dais. We are honored to have this distinguished personality with us today, our well-wisher, guide and motivator who carries his chair through his positive attitude and energy. Let us put our hand together and welcome our chief guest, past EVP, JCI Senator Gigi Joseph, to occupy his seat on the dais. Over to the chairman. I, JC Senator Nitin Krishna, in the capacity of Software Training, hereby call the Software Trainers Workshop of 2021 of Zone 20 and Zone 22 is to order. Invocation of JC Credo Mission, JC Anupra Suresh. We believe that faith in God gives meaning and purpose to human life, that the brotherhood of man transcends the sovereignty of nations, that economic justice can best be won by free men through free enterprise, that government should be of laws rather than of men, that earth's great treasure lies in human personality, and that service to humanity is the best work of life. Mission of JCI to provide development opportunities that empower young people to create positive change. Welcome address by JC Shanoj Stepinat, House of President. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ സ്വന്തം വിധുവിൻ്റെ സ്വന്തം ട്രെയിനിങ് ജെ.സി. സെൻറ്റർ കൃഷ്ണ സാർ, നമ്മുടെ ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ ജെ.സി. സെൻറ്റർ ജിജി ജോസഫ് സാർ, പ്രിയപ്പെട്ട പ്രസിഡന്റ് ജെ.സി. സെൻറ്റർ ബൈജു വർഗീസ്, നമ്മുടെ ഇന്നത്തെ പൈലറ്റ് ഫാക്കൽറ്റി ജെ.സി. അഡ്വക്കേറ്റ് ദിനേശ് വാര്യർ സാർ, കോ ഫാക്കൽറ്റീസ് സുധീർ മേനോൻ സാർ, Senator Madhu Mohan sir, പ്രിയപ്പെട്ട സോൺ ഒഫീഷ്യൽസ്, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, JC Anandra Spice Valley പ്രിയപ്പെട്ട അംഗങ്ങളെ, ആ CVT-ആണ് നമുക്ക് ഇന്ന് ചീഫ് മിനിസ്റ്റർ ലഭിക്കുവാൻ ഏറ്റവും ഉചിതമായ കാരണം കഴിഞ്ഞ പ്രസിഡൻഷ്യൽ അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ ശരിക്കും ബോധ്യപ്പെട്ടതാണ്. ഞാൻ കൂടി ഉൾപ്പെടെ അറ്റൻഡ് ചെയ്ത മിക്കവരും അന്ന് ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇന്നും ഏറ്റവും ഇഷ്ടാദിയായിട്ട് നമുക്ക് ലഭിക്കാൻ ഏറ്റവും യോഗ്യനായ ആളെ നമ്മൾ ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. ബഹുമാനായ SMDP ശ്രീ ബൈജു വർഗീസ്, ഞങ്ങളെ സ്വന്തം ബൈജു ഞങ്ങളുടെ സ്വന്തം ബൈജു, കാരണം അങ്ങനത്തെ സ്പെഷ്യലായിട്ട് മെമ്പറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ അല്പം കൂടുതലുണ്ട്. എന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബൈജു വർഗീസിനെ ഏറെ ആളുകളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ പൈലറ്റ് ഫാക്കൽറ്റി JC അഡ്വക്കേറ്റ് ദിനേശ് വാര്യർ സാർ, ഏറെ ആളുകളോടെ ഏറെ ബഹുമാനത്തോടെ ഈ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. JC സെനറ്റർ സുധീർ മേനോൻ സാർ, അദ്ദേഹത്തെയും ഏറെ ആളുകളോടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. JC സെനറ്റർ മധു മോഹൻ സാർ, അദ്ദേഹത്തെയും ഏറെ ആളുകളോടെ എല്ലാ ബഹുമാനങ്ങളോടുകൂടി ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ എനിക്ക് സൂചിപ്പിക്കാതെ കടന്നുപോകാൻ വയ്യാത്തത് മാത്രം പറയുകയാണ്, സ്ഥലത്തില്ല. ഞങ്ങളുടെ ഒരു മെമ്പർ പ്രിയപ്പെട്ട ശ്രീ ഡേവിസ് തോമസ്, അദ്ദേഹമാണ് ഒരു ആഴ്ച മുൻപ്, ഒരാഴ്ചയല്ല, ഇത് പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹം യാത്ര പോയതാണ്.
അപ്പം ഇന്ന് ഈ പ്രോഗ്രാം ഉണ്ടാവില്ല അറിയിക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തെ ഈ അവസരം ഓർമ്മിക്കാൻ എനിക്കാവില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏറ്റവും മുൻപിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഈ സ്വാഗതം കടന്നു വന്നു കഴിയാത്ത മാത്രം അദ്ദേഹത്തെ പരാമർശിച്ചത് മാത്രം. അതുപോലെ തന്നെ പലരും ഇന്ന് രാവിലെ വളരെ നേരത്തെ നിങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ വിളിച്ചാൽ കുറച്ച് പേരുണ്ട്. പ്രിയപ്പെട്ട ഈശ്വര, അങ്ങനെ 2-3 പേരുണ്ട്. എല്ലാവരെയും ഏറെ ആളുകളോട് തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അടുത്ത 4 ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു കലാപരിപാടിയുടെ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും തന്നെ നിറഞ്ഞ മനസ്സോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ ആളുകളുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഡോണാമോൾ, അനൂപ, നീരജ്, എല്ലാവരെയും ഈ ഓട്ടോ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പേരെയും നിറഞ്ഞ മനസ്സോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Respected Chief Guest of today, ചിന്തകളാണ് നമ്മളുടെ സ്വഭാവത്തിന് കാരണമെന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട ജിജി സാർ, നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ, അണക്കര സ്പേസ് വാലിയുടെ സ്വന്തം, എന്നാൽ വളരെ സിമ്പിളായി പ്രതീക്ഷകൾക്കപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം പോസിറ്റീവ് ആകുവാനായി, സോൺ പോസിറ്റീവ് ആകുവാനായി ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്ത പ്രിയപ്പെട്ട JC ബൈജു, കഴിഞ്ഞ SWSൽ നിങ്ങളെപ്പോലെ ഞാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നടന്ന SWSൽ ആ സമയത്ത് ഒരു സോൺ ട്രെയിനർ ആകുവാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത പ്രിയപ്പെട്ട സുധീർ സർ, അതുപോലെ തന്നെ ട്രെയിനിങ് കരിയറിൽ അല്ലെങ്കിൽ JC കരിയറിൽ ഇതുവരെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ സംഭാവനകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ കീറി മുറിക്കലുകളുടെ ആശാനം നമ്മൾ വിളിക്കുന്ന, പക്ഷെ നമ്മളെ വളരെ മിനുക്കിയെടുക്കാൻ സഹായിക്കുന്ന പ്രിയപ്പെട്ട മധു സർ, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി ഇവിടെ സംഘടിപ്പിക്കുവാനായി ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത JC അണക്കര സ്പൈസ് വാലിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷനോജ് സർ, അതുപോലെ തന്നെ ഖാണ്ഡവ പ്രശ്നങ്ങൾ കരിച്ചു കളയുവാനായി ട്രെയിനിങ്ങിലെ ചില ഖാണ്ഡവ പ്രശ്നങ്ങൾ എങ്ങനെ കരിച്ചു കളയണമെന്ന് കൃത്യമായ നിർദ്ദേശം ആദ്യകാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പകർന്നു തന്ന നമ്മുടെ പൈലറ്റ് ഫാക്കൽറ്റി പ്രിയപ്പെട്ട ദിനേശ് വാര്യർ സർ, ഒരുപാട് പ്രതീക്ഷയോടെ ഇവിടെ എത്തിയിരിക്കുന്ന ഫ്യൂച്ചർ ട്രെയിനേഴ്സ്, കറന്റ് ആൻഡ് പാസ് SGP മെമ്പേഴ്സ്, JC അണക്കര സ്പൈസ് വാലിയുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് പോലും നടത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ ശങ്കിച്ചു നിന്നിരുന്ന സമയത്ത് സോൺ 22 2 സ്പേസ് ക്രാഫ്റ്റുകളും നടത്തി ഇപ്പോൾ SWSും നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരു തടസ്സമുണ്ടാവില്ല. മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ തെളിവാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്ന SWS. 30 പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുമെന്ന് സംഘിച്ചു നിന്നിടത്ത് 34 പാർട്ടിസിപ്പൻസ് രജിസ്റ്റർ ചെയ്യുകയും അവസാന നിമിഷത്തിൽ നമ്മൾ കുറച്ച് മസിൽ പിടിച്ചതുകൊണ്ട്, അതായത് ഇവിടെ ഇരിക്കുന്നവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ നെഗറ്റീവ് ആയവർ മാത്രം, അതായത് RT-PCR ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയവർ മാത്രം, 2 ഡോസ് കഴിഞ്ഞാലും നെഗറ്റീവ് ആയവർ മാത്രം വന്നാൽ മതി എന്ന് ഉറച്ച തീരുമാനമെടുത്തത് കൊണ്ട് നമുക്ക് ഒരു പാർട്ടിസിപ്പന്റ് കുറവുണ്ടായി. 29 നമ്മൾ നിർത്തേണ്ടതായിട്ട് വന്നു. എങ്കിലും കുഴപ്പമില്ല, അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ 100% വിശ്വാസത്തോടു കൂടി, അതായത് ഒരു തവണ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നതാണ് സത്യം. കാരണം JC അണക്കര സ്പൈസ് വാലി ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലുമില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ ഇവിടെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. കാര്യം പറഞ്ഞാൽ എല്ലാ തവണയും കഴിഞ്ഞ 2 സ്പേസ് ക്രാഫ്റ്റിനും ഞാൻ നിന്നിട്ട് ടിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. ഇന്ന് ഒരു കാര്യങ്ങളും ടിക്ക് ചെയ്തില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഷനോജേട്ടന്റെ കയ്യിൽ ടിക്ക് ചെയ്ത 3 പേപ്പറുകൾ ഇരിക്കുകയാണ്. കാരണം എല്ലാം ടിക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഏത് കാര്യം ചോദിച്ചാലും ഇവിടെ റെഡിയാണ്. അത്ര ഭംഗിയായാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അടുത്ത 3 ദിവസം ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് എൻജോയ് ചെയ്യാം. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ട്രെയിനർ എന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വളരണമെന്നുണ്ടെങ്കിൽ, എന്റെ ഇത്രയും കാലത്തെ വളരെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഒരേ ഒരു കാര്യം, നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, നമുക്ക് കിട്ടുന്ന ക്രിറ്റിസിസങ്ങൾ, നമുക്ക് കിട്ടുന്ന സജഷൻസ്
ഇതിനെ പോസിറ്റീവായി എടുക്കുവാനും ആ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുവാനും നമ്മളുടെ ജീവിതത്തിൽ സാധിച്ചാൽ, നമ്മളുടെ ട്രെയിനിങ് കരിയറിൽ സാധിച്ചാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആവശ്യമില്ല. അതുമാത്രം മതി ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനിയും നമ്മളുടെ ഖാണ്ഡവ പ്രശ്നങ്ങൾ പലതും കരിച്ചു കളയുക. ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾ സംശയിക്കും. ഒരുപക്ഷെ ദിനേശ് സാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഈ ഖാണ്ഡവ പ്രശ്നം കരിയിക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക, എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. പക്ഷെ എന്തോ ഒരു സസ്പെൻസ് അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നോക്കാം, എന്താണ് അതെന്ന് നോക്കാം. സാർ പറഞ്ഞു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഏറ്റവും നല്ലൊരു SHWS ആയി മാറട്ടെ. അതുപോലെ ജിജി സാർ എന്നോട് എത്തിച്ചേർന്നത് ഇന്നലെ NGB കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 9 മണിക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സമയം ഒരു മണിക്കൂർ മാത്രമാണ് നമുക്ക് മാറ്റി വെക്കേണ്ടത് വന്നത്. അത് JC-യോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അത് സാധിക്കുന്നത്. കാരണം ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട്, ഇത്രയും വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും ഈ മല കയറി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് മാത്രമാണ്. അതിനെല്ലാം അദ്ദേഹത്തോടുള്ള എല്ലാ കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു SHWS ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. JJC's be better. Chair recognizes the presence of Mr. Ashil Muhammad, the Sound Coordinator Training, JC Senate Racing Assistant. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിൽ തന്നെ കറന്റ് ആൻഡ് പാസ്റ്റ് SHGB members ഒരുപാടുണ്ട്. സോൺ 22, സോൺ 22. So chair recognizes the presence of all current and present SHGB members of Zone 20 and Zone 22. Now I invite JC Donna B. Jones for a pleasant task. Thank you, Chair, for this opportunity. Let me start with a cliche that has been time and again used in introduction all across JCI. But for once, I mean what I am saying. Here is a person who does not need any introduction in JCI India and Alvin. It's my proud privilege to introduce the chief guest of the day, past Executive Vice President of JCI India and a mentor of the leaders of our zone, JCI Senator Gigi Joseph. Next, I welcome JC Anupa Suresh for the sentence. Advocate Dinesh A. joined JC in 2008, National Trainer in 2012, past President of JC Calicut, is a TV member for 4 years with different director and coordinator posts. He is a postgraduate in law and holds a master's in business administration with 22 years of standing as a criminal lawyer and 14 years experience as a professional corporate trainer. Completed a post-graduation certification in human resources from Indian Institute of Management, Kozhikode. He is certified trainer of All India Management Association. He is the founder of director of Job Secure HR and Management Consultants, which is into providing training and HR management solutions to corporate clients. The center also trains students to track the various law entrance exams in the country. Was selected as member of the prestigious Group Study Exchange Program of Rotary International and represented India as its cultural ambassador and visited United States in 2012. Has conducted training programs in London, Canada, Australia, Dubai, Qatar, etc. Was the president of prestigious Calicut Management Association in 2013. Has conducted more than 1,000 training sessions and workshops for corporates and students and had trained more than 70,000 participants so far. Is a girls faculty for management and law subjects to many business schools and management institutes. A sought-after keynote speaker to many national and regional conventions of Rotary Lions Club, JC, and annual summits of many corporate clients. He reads a lot, travels to all continents except South Africa and Arctic. Loves music and plays classical flute in Carnatic style. Is a brown belt holder in martial arts. Married to Advocate Vigeshwara R. and blessed with son Mana. His mission in life is to remain self-inspired and inspire others towards positive aspects of life. With clear focus on delivering content and knowledge, his sessions are highly power-packed, blended with spontaneity and humor. Recipients of prestigious Reddy Puraskar, Outstanding Trainer of India Award in 2017, and Outstanding Trainer of Kerala Dronacharya Award in 2018. We welcome you, sir. Next, I welcome JC Sheila Joseph for presenters. Sudhir Menon,
Tirmanan has been involved in the training with the intention of dramatically increasing profit, productivity, and the performance of people. He is a national trainer and an author, the highest ladder in training and Junior Chamber International of India. Academic qualification, author, the highest training ladder in associated with Junior Chamber International, National Training Certificate holder of JCI, M.Ed in Education, B.Ed in Natural Science. More than 6 years of experience gave him rich experience in people skills. He was able to work under the target pressure and in a team, learned a lot about sales skills and organization skills. Conduct training area. Conducted more than 1,200 training for different sectors. Conducted several training for schools and college students, teachers and parents. Expert in outbound training including glasswork and firework. National Academy for Leadership and Administration by JC India. Further graduation, A3Ds workshop organized by Junior Chambers International, JC India on training, module designing and implementation for its certified. Welcome, sir. Next one is JCC question for a present. Thank you, Chairman, for the privilege. 2008 ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നുകൊണ്ട് തന്റെ JCI കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2012 JCI കോട്ടയം എന്ന് പറയുന്ന ലോബിന്റെ പ്രസിഡന്റ് ആവുകയും 2014 JCI സോൺ 22 സോൺ സെക്രട്ടറി ആയും 2015 സോൺ വൈസ് പ്രസിഡന്റ് ആയും 2016 സോൺ ഡയറക്ടർ ട്രെയിനിങ് ആയും 2017 സോൺ പ്രസിഡന്റ് ആയും ചെയ്ത ഒരു മഹത്വത്തെയാണ് ഇദ്ദേഹം. 2014 നാഷണൽ ട്രെയിനർ ആവുകയും ഇദ്ദേഹം ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ലാഡറിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കരിയറിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ട്രെയിനറും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഫ്രീലാൻസ് ട്രെയിനിങ് കരിയർ എന്ന് പറഞ്ഞാൽ 18 വർഷത്തോളം ഉണ്ട്. ഇദ്ദേഹം ഒരു കോണ്ടക്ടർ എഡിറ്ററാണ്, അതോടൊപ്പം തന്നെ ഒരു പ്രൂഫ് റീഡറാണ്, ബിസിനസ് കൺസൾട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ കൺസൾട്ടന്റ് ആയിട്ടുള്ള അല്ലെ ക്ലയൻസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോളോ ടയേഴ്സ്, ഹാരിസൺ മലയാളം, AVT, മിൽമ മലയാളം, കേരള പോലീസ്, സദേൺ റെയിൽവേ എന്നിവരാണ്. സർവോപരി സുന്ദരനും സുമുഖനും കായിക കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇദ്ദേഹം ഒരു നല്ലൊരു ട്രൂ JCI കൂടിയാണ്. Let me proudly present before you the co-faculty of Zone Trainers Workshop 2021 hosted by JCI Anakara Spice Valley, Field Faculty Patron Madhu Mohan. Addressed by Pilot Faculty. Respected Chairman, my good friend Nitin, Chief Guest for the day, Gigi Bhai. I know that he has travelled roughly 4 hours this side and he will have to travel back 4 more hours. So I won't take much of my time. We will listen more from him because അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു JCIയുടെ ഒരു മുതിർന്ന ഓഫീസർ, ഒരു പവർഫുൾ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രം ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ചില കാര്യം എനിക്കുണ്ട്. ഗൈഡ് ലൈൻസ് ഫ്രം NHQ. അതിലാർക്കെയും തർക്കമുണ്ടെങ്കിൽ നേരെ അവിടെ ചോദിച്ചോളം പറയാമല്ലോ. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഓപ്പണിംഗ് റിമാർക്സ് എടുക്കുന്നത്. ബിക്കോസ് ഐ ഓൾറെഡി ഇന്ററാക്റ്റഡ് വിത്ത് യു, വി ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് വൈ വി ആർ ഹിയർ. ആൻഡ് let me tell you, my good friends, the profession which you are aspiring for or something which you are looking forward is not so silly. If a doctor goes wrong, somebody will be 6 feet below the ground. If a lawyer goes wrong, somebody will be 6 feet above the ground. മനസ്സിലായി? ഡോക്ടർക്ക് ഒരു കയ്യബദ്ധം പറ്റിയാൽ പിന്നെ 6 അടി താഴ്ചയിൽ കുഴിച്ചിടാനേ പറ്റുള്ളൂ. വക്കീലിന് തെറ്റിപ്പോയാൽ പിന്നെ 6 അടി തൂങ്ങും. ബട്ട് വി ആസ് ട്രെയിനർ, ഇഫ് വി ഗോ റോങ്, how bluntly we can spoil a life. You should understand the impact. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലത് കൊടുക്കുന്നതിനെ കുറിച്ച് വാദോരാതെ പറയാറില്ല. But unless you are trained like other professionals and jump into this as a funny thing or as a money making venture, ഇതെല്ലാം അതിൽ വേണം. I will share a true experience which I had where I learned from
one of the youngest participants JCI can ever give. ഞാൻ കുമാരന്റെ പൈലറ്റ് ആയിരുന്നു, നാഷണൽ പ്രോഗ്രാമാണ്. ഓക്കെ, it was happening in Goa. What happened from my side was a totally unintended innocent remark. പക്ഷെ ആ കുട്ടിക്ക് എന്നെക്കാൾ അന്നത്തെ നടന്ന ഒരു കണ്ടംപററി ഇവന്റിന്റെ ഒരു സംഗതി അവൻ അറിയായിരുന്നു. വി വർ ഹാവിംഗ് ഫൺ. കുമാർ ഇസ് എ വെരി ഫണ്ണി പ്രോഗ്രാം, വലിയ കണ്ടന്റും ഒന്നുമില്ല. എന്തോ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഐ ഓണസ്റ്റ്ലി, കാരണം അന്ന് ഏതോ ഒരു ഷോ നടക്കുന്നുണ്ട്, വേർ കരൺ ജോഹർ ഈസ് ദി ജഡ്ജ്. കരൺ ജോഹറിന്റെ ഷോ അത്രയും ഫേമസ് ആണ്. അവിടെ പോയിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിവിലേജ്. ബട്ട് ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോൾ കരൺ ജോഹറിന്റെ കമന്റ് വരെ കിട്ടും, എന്തോ കണക്ട് ചെയ്തു പോയി. That day morning there was a huge controversy because it was in the news that Karan Johar is having some gay tendency. Indian gay ennu parnal bhayangara stigmatic aanu. Unfortunately this kid connected my comment to that aspect which I did not even understand. പക്ഷെ ആ കുട്ടിയിൽ ഉണ്ടാക്കിയ വേദന ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. വിച്ച് ഐ സ്റ്റിൽ ബിലീവ് ഐ കനോട്ട് റിപ്പയർ. ദ വേ ഐ ആസ്ക്ഡ് ബെഗ് ഫോർ എ സോറി. കാരണം അവർ വിചാരിക്കുന്നത് എന്താ, സാർ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞതാണോ? I was not reading the newspaper that day. It was a big issue. So don't take this profession so lightly. So please understand, JCI is having a module which is developed by such a senior experts. After days of deliberation, which I told, you go for a Dale Carnegie program, you will have to pay 35,000-40,000 for a single day, which probably is given to you. Actually, the entire knowledge stuff is provided to you free of cost, other than the requirements of this particular 3-day stay and other thing. അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. അതെങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന് നാളത്തേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, that is where we people will be happy when we see some of our participants വേറൊരു വേദിയിൽ കാണുമ്പോൾ സാറിന്റെ സ്പീച്ച് ക്രാഫ്റ്റ് ആണ് എന്നെ JC പട്ടി കടുപ്പിച്ച് എന്നാണ് പറയാൻ. Previous zone president was making such a remark when I was a judge in another public speaking contest. So it is your responsibility to give back that way. അങ്ങനെ കൊടുത്തവരൊക്കെ തന്നെയാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. Very few people we will find climbing the administrative ladder as well as the training ladder. പാസ്റ്റ് EVP ആവുകയും രവി പുരസ്കാരം നേടിയ ആൾക്കാർ വളരെ കുറവായിരിക്കും. And my privilege this year is first time I am doing a ZTWS with a PZP as my friend to assist me. അപ്പോൾ പ്രോട്ടോകോളും കാര്യങ്ങളും ഒക്കെ PZP നോക്കിക്കോളും. സുധീർ ഭായ് is a past 7 vice president. ഞാൻ അവിടേക്കൊന്നും ലാഡർ ക്ലൈംബ് ചെയ്തിട്ടില്ല. Very few people will focus on that. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വരുന്നു, നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. It is the wish of this wonderful organization. Something better should happen to you. But let me tell you very clearly, JC Dinesh is not serious, but JCI India is very serious. JC Sudhir Menon is not serious, but NH2 is very serious. JC Pramod Madhu is not serious, but ZTWS is very serious. It has to be that way. So treat Dinesh differently, treat Sudhir differently, treat Madhu differently, but treat ZTWS totally differently. അതിൽ വളരെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ ആണ്. 60% ആളുകളെ പാസ്സാക്കാൻ പറ്റുള്ളൂ. If I send more than that number of people, the entire ZTWS maybe get cancelled. Everybody either sink or swim ഇതിലേക്ക് പോകണ്ട. നമ്മൾ അത് വളരെ ക്ലിയർ ആണ്. സാർ എനിക്കൊന്ന് NGP കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇറ്റ് വാസ് വെരി ക്ലിയർലി ഡെലിബറേറ്റഡ്. കാരണം വി വാണ്ട് ടു മെയിൻറ്റെയിൻ ദറ്റ് ക്വാളിറ്റി. എന്തുകൊണ്ടാണ് CA പരീക്ഷ ഇത്ര വാല്യൂ ഉള്ളത്? ദേ ക്ലിയർ ഓൺലി 8% ഓഫ് ദ സ്റ്റുഡൻസ്. എത്ര നന്നായി നിങ്ങൾ എഴുതിയാലും 8% ആളുകളിൽ പാസ്സാക്കുക. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ. ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മളെ ലോ പ്രസിഡന്റ് ഇവിടെ വേറൊരു നമ്മളെ ടിപ്പിക്കൽ ഇടുക്കി ഭാഗത്ത് കാണുന്ന നല്ല വടിവത്തം കൊണ്ടും ഇതൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട്. And the way how somebody transformed when he is invited onto the days as a president of a prestigious chapter. അതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് why this wonderful organization is thriving in. അതും ഇതും നടക്കുക എന്നുള്ളത് അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. The zone vice president taking the responsibility being here yesterday. എന്തുകൊണ്ടാണ് ഇനി ഒരു കുറവും വേണ്ട. ഇവിടുത്തെ എനിക്ക് ഒന്ന് 20ാമത്തെ ഒരു പരിപാടി. ബട്ട് 20 തന്നെ നന്നായിട്ട് കാര്യമില്ല. ZTWS 21 നന്നാവണം. അതിന് somebody will have to take efforts. So
സോ ബി താങ്ക്ഫുൾ ആൻഡ് നോ ഡൗട്ട് എനിക്ക് ഇവിടെ ഒരു എന്താ പറയുക, എല്ലാത്തിനും ഒരു ചുക്കാൻ പിടിക്കാൻ ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് എനിക്ക് പൈലറ്റ് എന്നുള്ള ഒരു പേര് അവിടെ ഇട്ടിട്ടുണ്ട് എന്നതല്ലാതെ ദ എൻറ്റയർ ഷോ ഈസ് ഗോയിങ് ടു ബി പൈലറ്റ് ക്യാബിൻ, എന്താ പറയുക, വിമാനത്തിൻ്റെ ആർക്കും അനങ്ങാൻ പറ്റാത്ത ഇതിൽ കുടുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാം. പക്ഷെ കോ ഫാക്കൽറ്റികൾക്ക് ഇങ്ങനെ ചിറക് വിരിച്ച് ഇഷ്ടം പോലെ പറക്കാം. അവരാണ് നിങ്ങളെ ചിറകിലേറ്റാൻ പോകുന്നത്. അത് എപ്പോഴെങ്കിലും ദിശയോ ഗതിയോ മാറുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചേക്ക്, വലത്തോട്ട് തിരിച്ചേക്ക്, വേണ്ട ക്രാഷ് ലാൻഡ് ചെയ്യേണ്ട, ഒന്നും കൂടെ പൊന്തിക്കോട്ടെ എന്ന് പറയാൻ മാത്രമേ എനിക്ക് റോളുള്ളൂ. അത് ഞാൻ ഭംഗിയായി നിർവഹിക്കും. ജിജി സാർ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ ചിത്രത്തിൽ ഓരോ പേര് അവർ അത്രയും ശ്രദ്ധിച്ചിട്ടേ ഒരാളെ പൈലറ്റും ഇതൊക്കെ ആക്കുള്ളൂ. അപ്പോൾ അതിന് ജെസി എനിക്ക് തന്ന അവസരം ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി നിറവേറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വി വിൽ ഹാവ് വണ്ടർഫുൾ 3 days.